പുണ്യനബി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നബി തങ്ങൾ ചോദിച്ചു, ആയിഷ നീ എന്തിനാണ് കരയുന്നത്? ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഞാൻ നരകത്തെ കുറിച്ച് ഓർത്തുപോയി നബിയേ, അങ്ങനെ ഞാൻ കരഞ്ഞു പോയതാ. ആയിഷ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, നബിയേ നാളെ പരലോകത്ത് താങ്കൾ താങ്കളുടെ കുടുംബത്തെ ഓർക്കില്ല നബിയേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് പറയുകയാണ്, ആയിഷ ഫലാ യദ്കുറു അഹദുൻ അഹദാ, മൂന്ന് സ്ഥലങ്ങളിലൊഴികെ ആരും ആരെയും ഓർക്കില്ല ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ഒന്നാമത്തെ സ്ഥലം ഏതെന്നറിയുമോ? ആരും ആരെയും ഓർക്കാത്ത ഒന്നാമത്തെ സ്ഥലം ഇൻദൽ മീസാൻ, മീസാനിന്റെ അടുക്കലാണ്. നമ്മുടെ നന്മതിന്മകൾ തൂക്കപ്പെടുന്ന ത്രാസിന്റെ അടുക്കൽ, ആ സ്ഥലത്ത് നമ്മുടെ നന്മതിന്മകൾ തൂക്കപ്പെടുമ്പോൾ അത് ഭാരമുള്ളതാണോ ഭാരം കുറവുള്ളതാണോ എന്ന ചിന്തയിൽ നാം പരസ്പരം മറന്നുപോകും, ആരെയും ഓർക്കില്ല ആയിഷ. രണ്ടാമത്തെ ഘട്ടം എപ്പോഴാണെന്നറിയുമോ? വഇൻദൽ കിതാബ്, നന്മതിന്മകൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥം നമ്മുടെ കയ്യിൽ തരുമ്പോൾ നമ്മൾ ആ സമയത്ത് ആരെയും ഓർക്കാറില്ല. നമ്മളെപ്പോഴും ആലോചിക്കുന്ന എന്തിനെ പറ്റിയിട്ടാണെന്നറിയോ? വലത് കൈയിലാണോ ലഭിക്കുക, ഇടത് കൈയിലാണോ ലഭിക്കുക, മുൻഭാഗത്തു കൂടിയിട്ടാണോ ലഭിക്കുക, ഇടത് പിറകിലൂടെയാണോ ലഭിക്കുക എന്ന ചിന്തയിലായിരിക്കും. ആ സമയത്തും നാം ആരെയും ഓർക്കാറില്ല. പിന്നെയോ മൂന്നാമത്തെ സ്ഥലമേതെന്നറിയുമോ? സിറാത്ത് പാലമുണ്ടല്ലോ, മിന്നറിയുന്ന വേഗത്തിൽ കടന്നു പോകുന്ന സിറാത്ത് പാലം. അത് ചില ആളുകൾക്കാണ് മിന്നറിയുന്ന വേഗത്തിൽ കടന്നു പോകാൻ സാധിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ സിറാത്തിന്റെ ഘട്ടത്തിൽ, കിതാബ് നൽകപ്പെടുന്ന ഘട്ടത്തിലുണ്ടല്ലോ, അതുപോലെ തന്നെ മീസാനിന്റെ സമീപത്തും ആരെയും ഓർക്കാൻ കഴിയില്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പരലോകത്തിന്റെ ചില സന്ദർഭങ്ങളിൽ ഒരാളെയും ഓർക്കുകയില്ല. ദുനിയാവിൽ എത്ര അടുത്ത ബന്ധമുള്ളവരാണെങ്കിലും, ഭാര്യ മക്കളാണെങ്കിലും ശരി, മാതാപിതാക്കളാണെങ്കിലും ശരി, ഒന്നോർക്കാൻ പോലും കഴിയുകയില്ല. കാരണം അത്രമേൽ ഭീകരമായിരിക്കും, ഭയാനകരമായിരിക്കും ആ നിമിഷങ്ങളെന്ന് നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ഓരോരുത്തർക്കും അത്തരത്തിലുള്ള ഒരു ദിവസം വരാനുണ്ട്, ഒരു സമയം വരാനുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം, നാളെ എങ്ങനെയാകണമെന്ന് നമ്മൾ ആലോചിക്കണം.